താരതമ്യത്തിന് യാതൊരു അടിസ്ഥാനമില്ല. അല്ലാതെ ആ കാലത്തും പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി പരിഹരിക്കാൻ സുഹൃത്തുക്കളെ, ഈ പരിഹാസമാണ് സാറേ ഇവരുടെ മെയിൻ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇപ്പോൾ വി.ഡി. സതീശൻ മേനോൻ ഗവൺമെന്റിലെ സണ്ണിച്ചായൻ പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി, അദ്ദേഹത്തെ നമുക്കറിയാം, വയനാട് വീടുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കണക്കവതരണമൊക്കെ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. നമുക്ക് അവിടേക്കൊന്നും കിടക്കണ്ട. നമുക്ക് ആകെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, എന്തൊക്കെ തന്നെ ആയിരിക്കും, ആരൊക്കെ തന്നെ ഭരിച്ചാലും നമുക്ക് വേണ്ടത്, പൊതുജനങ്ങൾക്ക് വേണ്ടത് വെള്ളമാണ്, വൈദ്യുതിയാണ്, ഭക്ഷണമാണ്. ഈ പിന്നെ ഒന്നുകൂടി ഉണ്ട്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പാർപ്പിടം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. നോക്കൂ, ഇവർ വൈദ്യുത കാര്യത്തിൽ എന്ത് ചെയ്തു, ഇവർ പാർപ്പിടത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്തു, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്തു, ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇപ്പോൾ തന്നെ വൈദ്യുതി എന്ന് പറയുന്ന നമുക്ക് ജീവിതത്തിൽ അത്രയ്ക്കും ആവശ്യ സാധനങ്ങൾ ഒന്നായിട്ടുള്ള അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ പോലും നടത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇവരോട് എന്തിനൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, കൈ മലർത്തുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും, മഴ പെയ്യുന്നില്ല എന്ത് ചെയ്യും എന്ന് പറയുന്നൊരു ഉത്തരമാണ് വൈദ്യുതി മന്ത്രിയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും അരുൺകുമാർ അടക്കമുള്ള ആളുകൾ ഇങ്ങനത്തെ ഒരു മന്ത്രി എന്തിനാണ് എന്ന് പറയുന്നൊരു ചോദ്യം ഒരു 60 ദിവസം വെറും 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചു. ഞാനൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്, നമ്മൾ ഈ ഒരു ഭരണത്തിന് കീഴിൽ നമ്മൾ മിനിമം ഒരു 5 വർഷമെങ്കിലും പോകണ്ടേ എന്നുള്ളതാണ്. 5 വർഷത്തിനുള്ളിൽ എന്തായിരിക്കും അവസ്ഥ? തുടക്കത്തിൽ തന്നെ എല്ലാം പാളിയിരിക്കുന്നു, വൈദ്യുതി കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, ഇങ്ങനെ പ്രാർത്ഥന എന്ന് പറയുന്ന ഇത്തരം പരിപാടിയൊന്നും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ പറഞ്ഞിട്ടില്ല. നോക്കൂ, ഒന്ന് കേട്ടോക്കി. അതല്ല, മഴയുടെ കാര്യത്തിൽ ഗണ്യമായ കുറവുണ്ട്. നമ്മളതിന്റെ കണക്ക് തന്നെ പറഞ്ഞായിരുന്നു. മഴയ്ക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഞാൻ പഠിച്ച, നിങ്ങളൊക്കെ എന്നെക്കാൾ ജൂനിയേഴ്സ് ആയതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവില്ല, കവിതയാണ്. കൗതുകാലം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് തിരുത്തി എഴുതാം. മഴയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇത് ഇന്ത്യ രാജ്യത്തും ലോകത്തു തന്നെയുള്ളൊരു പ്രതിഭാസമാണ് ഈ മഴ കുറയുമ്പോൾ വരുന്ന 2 കാര്യം. ഒന്ന്, ജലലഭ്യത കുറയുന്നു. നമ്മളെ വൈദ്യുതി പദ്ധതി, ജലവൈദ്യുത പദ്ധതികളിലെ ജലശേഷി കുറയുന്നു, അപ്പോൾ നമുക്ക് ഉൽപാദനം കുറയും. വേറൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക കേരളത്തിലെ ഈ വൈദ്യുതി എന്ന് പറഞ്ഞ പരിപാടി മുഴുവൻ ഈ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണെന്നാണ്. അല്ല, വെറും 20% എങ്ങാണ്ടാണ് ഈ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് നമുക്ക് വൈദ്യുതി കിട്ടുന്നത്. ബാക്കിയെല്ലാം വൈദ്യുതി നമ്മൾ വാങ്ങിക്കലാണ്. കേരളത്തിൽ ഒരു 80% വൈദ്യുതി നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്നതാണ്. കൊടുക്കാൻ തയ്യാറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പല സംസ്ഥാനത്തിൻ്റെയും കയ്യിൽ വൈദ്യുതി ബാക്കി കിടക്കുന്നുണ്ട്. അത് പക്ഷേ കൃത്യസമയത്ത് അവിടെ വില കുറയുന്ന സമയത്ത് കൃത്യമായിട്ട് അത് പോയി വാങ്ങിക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കണം. പച്ചമലത്തിൽ പറഞ്ഞാൽ വാങ്ങിക്കാൻ ആളെ വിടണം. അത് വിട്ടിട്ടില്ലെങ്കിൽ സംഗതിയൊക്കെ കൊളാവും. പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാഥാർത്ഥ്യത്തിൽ ഇവർക്കൊരു ധാരണയുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചൂട് കൂടും, എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ സയൻസ് ആണ്. അപ്പം നമുക്ക് വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നു. ഇത് രണ്ടുമാണ്, അതിന്റെ 2 സൈഡിലെ എഫക്റ്റ് നമ്മളെ മോശമായിട്ട് ദോഷമായിട്ട് ബാധിക്കുന്നു. പരിഹരിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായിട്ട്, കേരളത്തിന് കിട്ടുമായിരുന്ന 4.29 പൈസയ്ക്ക് 4.29 രൂപയ്ക്ക് കിട്ടുമായിരുന്ന ദീർഘകാല കരാറ് അത് റദ്ദാക്കപ്പെട്ടതാണ് ഇതിന്റെ ഒരു പ്രതിസന്ധി. 465 മെഗാവാട്ട്. അപ്പൊ നമ്മള് ഈ ഏറ്റവും വലിയ പ്രശ്നം വരുന്ന 1000 മെഗാവാട്ടിന് താഴെയാണ്. 600 മെഗാവാട്ടാണ് നമ്മളെ പറയുന്നതാണ് 4 എത്ര രൂപയ്ക്ക് നമുക്ക് വൈദ്യുതി ദീർഘകാലാടിസ്ഥാനത്തിൽ കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. അത് എന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കി. കാരണം നമുക്ക് വൈദ്യുതി 4 എത്ര രൂപയ്ക്ക് വൈദ്യുതി കിട്ടും, എന്നാൽ അതേ സമയത്തിന് അത് ഏറ്റവും കുറഞ്ഞ തുകയ്ക്കും കിട്ടും. അപ്പോൾ കുറഞ്ഞ തുകയ്ക്ക് കൂടുതൽ വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്ന കുറേ ഏർപ്പാടുകളൊക്കെ ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ കേരളത്തിൽ ഏറെ കാലമായിട്ട് നടന്നിരുന്നത്. കഴിഞ്ഞ 10 വർഷവും ഇങ്ങനെ തന്നെ നടന്നിരുന്നത്. അതിനുവേണ്ടി അത്യാവശ്യം തുക കേരള ഗവൺമെൻറ് മാറ്റിവെക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊന്നും ഇവർക്ക് അറിയില്ല. സ്വാഭാവികമായിട്ട് ഇത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇവർ കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല. ഈ ഒരു ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ചിട്ടൊന്നും സാമാന്യ ധാരണ പോലുമില്ല. ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കേരള ഗവൺമെൻറ്റിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പഠിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നതെന്ന് തള്ളിവിട്ട വി.ഡി. സതീശൻ മേനോൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ എന്താ പറയുക, വായു പൊളിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് അവർക്കൊരു പിടുത്തവുമില്ല. ഇനി ടൈമിൽ പീക്ക് അവറിൽ നമുക്ക് കുറവ് വരുന്നു. ആ 425 മെഗാവാട്ട് നമുക്ക് കിട്ടുമായിരുന്നു.
ഇപ്പം നമ്മൾ ഫുട്ബോളിനുൾപ്പെടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് പകൽ സമയത്ത് ഇഷ്ടം പോലെ വൈദ്യുതിയുണ്ട്. എന്താണ് കാരണം? സോളാറിൽ നിന്ന് കിട്ടുന്നുണ്ട്. പകൽ സമയത്ത് ഉൽപാദനം കൂടുതലാണ്, ഉപയോഗം കുറവാണ് പകൽ സമയത്ത്. അതേ സമയത്ത് ഇത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് സംവിധാനമില്ല. രാത്രിയിലാണ് നമുക്ക് ആവശ്യം വരുന്നത്. പകല് ചെറിയ പൈസക്ക് കിട്ടുന്നത്, 1 പൈസക്ക് വരെ കിട്ടുന്നത് രാത്രി നമ്മൾ 10 രൂപ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെയും കിട്ടാനില്ല രാജ്യത്തൊട്ടാകെ വരുന്നത്. പിന്നെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വലിയ വേനൽക്കാലത്ത് ഗവൺമെന്റ്, അത് ഏത് ഗവൺമെന്റ് ആണെന്നുള്ളതല്ല വിഷയം, ഗവൺമെന്റ് അന്ന് വായ്പ വാങ്ങിയിരുന്നു. അത് കടം എന്ന് പറഞ്ഞാൽ പച്ചക്കടമാണ്, സാപ്പ് എഗ്രിമെന്റ് എന്ന് പറയും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വായ്പ വാങ്ങിയ വൈദ്യുതിയുണ്ട്. അത് ജൂൺ 15 മഴ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് വായ്പ വാങ്ങുന്നത്. അത് നമ്മൾ തിരികെ കൊടുക്കുകയാണ്. സെപ്റ്റംബർ 15 വരെ തിരികെ കൊടുക്കുക. ഇപ്പോഴും ഇവർ പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് എന്തോ കടം വാങ്ങിച്ചിരുന്നു, അത് തിരിച്ചു കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വേറെ ഇതിൽ ആലോചിക്കൂ, എങ്ങാണ്ട് ഇവിടെ പിണറായി വിജയൻ 3.0 തന്നെ വന്ന് വിചാരിക്കുക, ഈ ഒരു കടം വാങ്ങിച്ചതൊക്കെ അവർ തിരിച്ചു കൊടുത്തിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ ഒരു കാരണവശാലും ഇവിടെ ഇനി അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ഇവരെ കടം വാങ്ങിച്ചു വെച്ചതാണോ? അല്ലല്ലോ. തീർച്ചയായിട്ടും 3.0 വരണമെന്ന് തന്നെ അപാരമായിട്ടുള്ള ആഗ്രഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അത് നടന്നില്ല. അപ്പോൾ ഇത് ഇവിടെ വരില്ല എന്ന് വിചാരിച്ച് ഉണ്ടാക്കി വെച്ച കടന്നല്ല, വരും. വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ റെക്ടിഫൈ ചെയ്യണമെന്ന് കൃത്യമായിട്ടും നമുക്കറിയാമെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞൊരു സമയം കഴിയുമ്പോഴേക്കും ഇവർക്കൊന്നും നടക്കുന്നില്ല. എല്ലാറ്റിനും പിണറായി വിജയനും ഗവൺമെന്റിന് കുറ്റം പറഞ്ഞ് തന്നെ ഇവരെത്ര കാലം പോകും? എനിക്ക് തോന്നുന്നത് 5 വർഷം കഴിഞ്ഞാലും 4 വർഷം കഴിഞ്ഞാലും ഇവർ പിണറായി വിജയൻ വീണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും ഇവിടെ കേരളത്തിലെ ഏറ്റവും ഗംഭീരമായിട്ട് ഈ വൈദ്യുതി വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും കേരളത്തിലെ എല്ലായിടത്തും വൈദ്യുതി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ, അത് എം.എം. മണി സാറാണ്. അദ്ദേഹത്തെ പോലും പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഉയർന്ന ആളെന്നെക്കാളും താരതമ്യത്തിന് യാതൊരു അടിസ്ഥാനമില്ല. അല്ല, ആ കാലത്തും പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി പരിഹരിക്കാൻ അന്ന് മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് സാധിച്ചു, ഇന്നത് സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന് ഞാൻ ശിക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ടില്ലേ, അദ്ദേഹത്തിന് ശിക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ചീമേനിയിലൊരു പ്ലാന്റ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. എന്ന് പണി തീരുമോ ആവോ, എന്തായാലും അതെന്താ നോക്കാം. ആലോചിച്ച് എല്ലാവരും യോജിക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ അത്രയും പദ്ധതികൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. സാഹചര്യത്തിലെ ഈ ന്യൂക്ലിയർ പദ്ധതികളൊക്കെ ലോകത്തിന്റെ ഭാഗമാണ് കേരളം. ന്യൂക്ലിയർ പദ്ധതി ആരംഭിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊന്നും സമയമില്ല ഇവർക്ക് എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാത്തും പരിഹാസമാണ്. മുൻപിൽ പരിഹാസമുണ്ട്. ബൈ.